ഹലോ. ഇപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നുണ്ട്. അപ്പോൾ അതിഥിക്ക് വേണ്ടി നമ്മളെ റൂമും ബാത്റൂമും ഒക്കെ നമുക്കൊരു ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ PSC ഒക്കെ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് കുറേ പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആദ്യം തന്നെ അങ്ങ് എടുത്ത് മാറ്റി കളഞ്ഞു കേട്ടോ. ഇതൊക്കെ കുറേ ആയി ഇതിൽ. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടും കുറേ ആയി. അപ്പോൾ ഇതൊക്കെ ഞാൻ വേഗം അങ്ങ് മാറ്റി വെച്ചു. പിന്നെ എപ്പോഴും ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. 3 ആഴ്ച കൂടുമ്പോൾ ബേസിക്കലി അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ഡെയിലി ക്ലീനിങ് ഇപ്പോൾ തൂത്തുവാരുക എപ്പോഴും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ, ഒരു 3 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന എപ്പോഴും ഇതുപോലുള്ള വാക്യൂം ക്ലീനേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഓർഡിനറി ടൈപ്പാണ്. ഇപ്പോൾ റോബോട്ട്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. പക്ഷേ റോബോട്ട്സിനേക്കാളും എനിക്ക് ഈ ഒരു വാക്യൂം ക്ലീനർ മൾട്ടിപ്പിൾ യൂസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് AC അല്ലെങ്കിൽ മേലെയുള്ള ബോർഡിലൊക്കെയുള്ള മാറാല എടുക്കാനും, കർട്ടൻസിലെ പൊടിയെടുക്കാനും, ജനലിൽ ചെറിയ ചെറിയ ഗ്യാപ്പെല്ലാം ഉണ്ടാവും, അതിനുള്ളിലേക്ക് കടന്ന് വന്ന് മാറാലിനെ എടുക്കാനും, ബെഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും, പൊടിയൊക്കെ മാറ്റാനും, മാറ്റ്, അതിനൊക്കെ ഈ വാക്യൂം ക്ലീനർ നന്നായിട്ടുണ്ട്. പിന്നെ ഒരാൾ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിലാണ് കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്ക് ഈ വാക്യൂം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ക്യാരി ചെയ്തതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് ആരും ഉണ്ടാവാറില്ല, ഞാൻ തന്നെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാൻ 5 മീറ്ററിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പ്ലഗ് ചെയ്തിട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മീറ്ററിൻ്റെയൊക്കെ എക്സ്റ്റൻഷൻ നമുക്ക് സുഖമായിട്ട് വീടിൻ്റെ റൂംസും കാര്യങ്ങളൊക്കെ നല്ല ഓടി നടന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ക്യാരി ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് തന്നെ കറണ്ട് പറ്റിച്ചു. കറണ്ട് ഇല്ല ഗൈസ്. അപ്പോൾ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഓർഡിനറി ക്ലീനിങ് സഹായിനെ ഞാൻ എടുത്തു. അതാണ് എൻ്റെ ഡെയിലി ക്ലീനിങ്ങിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്ലീനിങ് സംഭവം എന്ന് പറയുന്നത്. ബേസിക്കലി ഇതൊരു ഫാൻ ക്ലീനറാണ്, പക്ഷേ മൾട്ടിപ്പിൾ പർപ്പസ് ഉണ്ട് ഇതിന് കേട്ടോ. മീഷോ എന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. വെറും 174 അത്രയേ ഉള്ളൂ. ഡിഫറെൻറ്റ് റേറ്റിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാനിത് 100 and സംതിങ്ങിനാണ് വാങ്ങിച്ചത്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊരു നല്ലൊരു ടൂളാണ്. ഡെയിലി നമുക്കിത് ക്യാരി ചെയ്തിട്ട് ക്ലീനിങ് ചെയ്യാൻ പറ്റും. ഒരു എഫേർട്ടും ഇല്ല. ഭയങ്കര ഹാൻഡിയാണ്. നമുക്കൊരു സ്ട്രെയിനോ ഒന്നും തോന്നില്ല കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്. ഫാൻ ക്ലീനർ ആണെങ്കിലും ഇതുപോലെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത റൂംസൊക്കെ ആണെങ്കിൽ അതിനുള്ളിൽ കുറേ മാറാലകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മാറാലകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെക്കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ലോണം ഹൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര വലിയ ഹൈറ്റുള്ള റൂമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ മേലെ മാത്രമല്ല താഴോട്ടേക്ക് ഇപ്പോൾ കട്ടിൻ്റെ അടിയൊക്കെ ചൂലുകൊണ്ട് ചിലപ്പോൾ എല്ലാ സ്ഥലത്തും എത്തിയെന്ന് വരില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കട്ടിൻ്റെ അടിയൊക്കെ ഈസി ആയിട്ട്, കട്ടിൻ്റെ അടിയിൽ മാറാലൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് പുറത്തെടുക്കാം. അതൊക്കെ ഇതിൻ്റെ ഒരു ബെനഫിറ്റാണ് കേട്ടോ. പിന്നെ AC-ൻ്റെ മേലെയൊക്കെ നമുക്ക് തുടച്ചങ്ങ് എടുത്തിട്ട് പോകാം. ഡെയിലി യൂസ് ചെയ്യണം. ഡെയിലി നമുക്ക് യൂസ് ചെയ്താൽ നല്ലതാണ്. പിന്നെ ഡോർസ്, ഫാനുകൾ, ഇതൊക്കെ ഉണ്ടാവില്ല. ടേബിൾ ഫാന്, വാൾ ഫാന്, സീലിംഗ് ഫാന്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡോർസിലൊക്കെ നമ്മൾ കാണില്ല, ഒരുപാട് പൊടികൾ ഇങ്ങനെ ഉണ്ടാവും ഡോറിലൊക്കെ. അപ്പോൾ അതൊക്കെ ഇതിനെ കൂടെ അങ്ങ് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ ഇതെങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ, ആഫ്റ്റർ ഈ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ക്ലീൻ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ഞാനൊരു പഴയ ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് അതിനെ നമ്മൾ ഹെയറൊക്കെ ചീകുന്ന പോലെ ചീകിയിട്ട്, അപ്പോൾ അതിൻ്റെ മാറാലി അതിലുള്ള പൊടിയൊക്കെ പുറത്തുനിന്ന് ചെയ്യണം കേട്ടോ. അകത്തുനിന്ന് ചെയ്യരുത്. പുറത്ത് പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ക്ലീനായിട്ട് ഇരുന്നോളും. ഇനി വേണ്ട നിങ്ങൾക്ക് കഴുകിയിട്ടാണെങ്കിൽ കഴുകി ഉണക്കി എടുക്കാൻ പറ്റും. അത് പോസിബിളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ക്ലീനിങ് റൂട്ടീൻ. പിന്നെ ക്ലീനിങ് വന്നിട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ക്ലീനിങ് ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പൊടി തട്ടുക, ജനൽ നടക്കുക, അല്ലെങ്കിൽ റൂമൊക്കെ നല്ല വൃത്തിയാക്കുക, റൂമിലെ കർട്ടൻസൊക്കെ മാറ്റുക, ബെഡ്ഷീറ്റ് മാറ്റുക, റൂമിനെയൊക്കെ ഇത് റീസെറ്റ് ചെയ്യുക, ബാത്റൂമും അതുപോലെ തന്നെ വൃത്തിയാക്കുക. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനൊരു റിലാക്സേഷനാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ മനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സപ്പോസ് നമ്മളൊരു ക്ലീനിങ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനെ കുറച്ച് നെഗറ്റീവ് സൈഡുണ്ട്. ചിലർക്ക് ക്ലീനിങ് ഒട്ടും ഇഷ്ടമല്ലായിരിക്കും, അവർ ബോധേഡേ അല്ലായിരിക്കും റൂമിൻ്റെ. പക്ഷെ ഞാൻ ഭയങ്കര ബോധേഡാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ എന്തിനിപ്പോൾ നമ്മൾ പോകുന്നതാണെങ്കിൽ ഇപ്പോൾ റൂം ഇങ്ങനെ അലങ്കോലമായി കിടന്നിട്ട് എനിക്ക് ഒന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ സമയം കുറേ അങ്ങനെ പോകും. ഞാൻ എന്ത് ചെയ്യും, വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കും. എനിക്ക് എല്ലാം ഇങ്ങനെ വൃത്തിയിലും ഓർഡറിലും കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിനൊരു അസ്വസ്ഥതയാണ്. ഇപ്പോൾ ക്ലീൻ ചെയ്താൽ ഞാൻ അത്രമാത്രം സന്തോഷിക്കും, അത്രയും ഞാൻ അപ്സെറ്റ് ആവും അത് അലങ്കോലമായിട്ട് കിടന്നാൽ. അപ്പോൾ ഇപ്പോൾ കണ്ടോ, കട്ടിൻ്റെ അടി വൃത്തിയാക്കിയപ്പോൾ മോളെ കാണാതായ ബുഷും നോസ് ഡ്രോപ്പറും ഒക്കെ എനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് കേട്ടോ.
പിന്നെ ഞാൻ വേഗം ആ പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരുവാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഈ ഒരു മോപ്പാണ് യൂസ് ചെയ്യുന്നത്, മോപ്പ് ലൈക്ക് സ്വീപ്പിംഗ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പറയും കൈവേദനയൊക്കെയാണ്, പക്ഷേ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. എനിക്ക് കൈവേദനയൊക്കെ ഉള്ള ആ കൂട്ടത്തിൽ തന്നെയാണ്, പക്ഷേ ഇതുകൊണ്ട് എനിക്കൊരു സ്ട്രെയിനോ ഒന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അപ്പോൾ ഞാൻ വേഗം അത് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ റൂമിൻ്റെ പുറത്ത് സ്റ്റെയർ കേസിൻ്റെ അവിടെയൊക്കെ കുറച്ച് നല്ലതായിട്ട് മാറാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, എയർ ഹോൾസിൻ്റെ അവിടെയും ഈ ജനൽ കണ്ടോ, കുറച്ച് ദൂരെയാണ് ഈ ജനൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചൂലുകൊണ്ടൊക്കെ എത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എത്ര എഫേർട്ട്ലെസ് ആയിട്ടാണ് പോകുന്നത് കണ്ടോ. ആ വിടവിൻ്റെയൊക്കെ ഇടയിൽ നന്നായിട്ട് പോയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെ വേറെ എന്താ ഞാൻ പറഞ്ഞത്, അപ്പോൾ ക്ലീനിങ്. ഇപ്പോൾ ക്ലീനിങ്ങിനൊരു നെഗറ്റീവ് സൈഡ് അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒറ്റ അലങ്കോലമായിട്ട് ആരെങ്കിലും അലങ്കോലാക്കിയിട്ടുണ്ട്, അതെന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പല്ലി ഓടിപ്പോകുന്ന ഈ ഒരു ജനലിൽ ഒരുപാട് പല്ലിക്കാഷ്ടങ്ങൾ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനങ്ങ് തട്ടിയിട്ടു. എയർ ഹോൾസൊക്കെ ഞാൻ വൃത്തിയാക്കി. സൈഡിലേക്ക് കൂടി നോക്കിയപ്പോൾ കാണാതെ മാറാലയൊക്കെ ഇപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നപ്പോൾ കണ്ടു കേട്ടോ. അപ്പോൾ മാറാലയും പല്ലിക്കാഷ്ടമൊക്കെ സ്റ്റെയർ കേസിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം തൂത്തെടുത്തിട്ട് കോരിയെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതും നീറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. മാറാലേൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. ഇനി എൻ്റെ ഹസ്ബൻഡും മോളൊക്കെ ആണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കില്ല ഇതൊക്കെയല്ലേ, ഈ വൃത്തികേടാക്കുന്ന കാര്യങ്ങളൊന്നും, അതൊന്നും അവരെ മൈൻഡിലേ ഇല്ല. പക്ഷേ എനിക്കത് മൈൻഡിൽ ഭയങ്കരമായിട്ട് ആ വൃത്തിയാക്കേണ്ട ഒരു ട്രോമയുണ്ട്. വൃത്തികേടാവുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് പ്രശ്നമാണ് കേട്ടോ. OCD ആണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒരു പ്രശ്നം എനിക്കുണ്ട്. പിന്നെ എനിക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു അപ്രിസിയേഷൻ വേണം. അതായത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ലോ എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയില്ല, എന്തൊരു വൃത്തിയായി ഇവൾ ക്ലീൻ ചെയ്തിട്ട് എന്നൊക്കെ പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആരും എന്നോട് അങ്ങനെ പറയാറ്. അപ്പോൾ ഞാൻ തന്നെ എന്ത് ചെയ്യും, എൻ്റെ ക്ലീനിങ്ങിനെ ഞാൻ എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും, ഒരു സെൽഫ് മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ തന്നെ കണ്ടിങ്ങനെ നിർവൃതിയായിരുന്ന അഭിമാന പുളകിതയാണ്. ഇനി നിങ്ങൾക്ക് എന്നോട് ടിപ്പ് പറഞ്ഞുതരാം. ഇങ്ങനെ വെള്ള പോളിഷൊക്കെ ചെയ്തിട്ടുള്ള പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ, എൻ്റെ മോള് പ്രത്യേകിച്ചും സ്കെച്ച് പെന്നും കൺമഷിയൊക്കെ ചെയ്തിട്ട് ഡോറൊക്കെ വല്ലാതെ വൃത്തികേടാക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, സ്പ്രേ ബോട്ടിൽസ് എടുത്തിട്ട് എന്ത് ചെയ്യും, മാർക്സിലൊക്കെ സ്പ്രേ ചെയ്തിട്ട് നല്ല എൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ പഴയ ഒരു സോക്സ് ഇങ്ങനെ കയ്യിലിട്ടിട്ട് അതിനെ കൊണ്ട് ഞാനിങ്ങനെ തുടച്ചെടുക്കും. അപ്പോൾ എനിക്ക് വേഗം എന്ത് ചെയ്യും, ഈ സംഭവങ്ങൾ പോകുന്ന പോലെ. അപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ, ഞാൻ നിങ്ങൾക്കൊരു ഡെമോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ചുമരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു ചുമരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ഒരുപാട് മാർക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എത്ര ഈസി ആയിട്ട് വേറെ ഒരു ലിക്വിഡും ഇല്ല, വെറും ആ സ്പ്രേ മാത്രം സ്പ്രേ ചെയ്തിട്ടാണ് ഞാനിതൊക്കെ കളയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ സ്പ്രേ യൂസ് ചെയ്യുന്ന സമയത്ത് അധികം കുത്തലില്ലാതെ ഡീപ്പായിട്ടുള്ള സ്മെല്ല് യൂസ് ചെയ്യരുത്. അപ്പോൾ പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ല് യൂസ് ചെയ്യണം. പിന്നെ ഇതിനെ കൊണ്ടൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്പ്രേ കൊണ്ട് ഇങ്ങനെ തുടച്ചെടുത്ത് നിങ്ങളെ റൂം നല്ലൊരു റൂം ഫ്രഷ്നറൊന്നും വെക്കാതെ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാകും. ആ സ്പ്രേൻ്റെ എന്നാണോ സ്മെല്ല് അത് വരും. അപ്പോൾ നമുക്ക് കുത്തലുണ്ടാക്കുന്ന സ്മെല്ലായാലും ആ റൂമിൽ കുറേ സമയം അത് ആ ഒരു സ്മെല്ലുണ്ടാകും. അപ്പോൾ നമുക്കതൊരു തലവേദനയായിട്ട് മാറരുത്. അപ്പോൾ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്പ്രേ തന്നെ വേണം യൂസ് ചെയ്യുക. ഇപ്പോൾ നോക്കിയാൽ എല്ലാ പാടുകളും പോയി നല്ല ക്ലീൻ ആയില്ലേ. അപ്പോൾ ആ ചെറിയ പാട് കണ്ടോ, അപ്പോൾ അത് ഞാൻ എത്ര വേഗം കൊണ്ടാണ് സ്പ്രേ ചെയ്ത് കൊടുത്തു. സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടക്കുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, ഈസി ആയിട്ട് പോവും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെൻ്റെ ഒരു ട്രിക്കാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വെള്ളം വെച്ചിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഡീപ്പ് ക്ലീനിങ് സമയത്ത് ഞാൻ സാധാരണ മോപ്പെടുത്ത് തുടക്കുന്നത്, അപ്പോൾ അതിങ്ങനെ വെള്ളം ഇട്ടിട്ടാണ് വൈപ്പർ എടുത്തിട്ട് കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ നല്ലോണം പൊടിയുമൊക്കെ നല്ലോണം പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. നല്ലൊരു നീറ്റ്നെസ് ആയിരിക്കും. എപ്പോഴും ഇത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് മാത്രമാണ് ഞാനിത് യൂസ് ചെയ്യുക. കാരണം കട്ടിലും അങ്ങനെ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വെള്ളം തട്ടുന്നത് അതിന് നല്ലതല്ല. പിന്നെ ഞാനാണെങ്കിൽ ഈ വൈപ്പ് ചെയ്തതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് അത് തുടച്ച് മാറ്റുകയും ചെയ്യും കേട്ടോ. അടുത്ത ഞാൻ ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിൽ എൻ്റെ ഒരു കല്ല് കണ്ടോ, എപ്പോഴും ഞാൻ കാല് കഴുകിയിട്ട് മാത്രമേ രാത്രി എന്ത് ചെയ്യുള്ളൂ, കിടക്കയിൽ കയറുള്ളൂ. അപ്പോൾ കാല് ഉരക്കാൻ വേണ്ടി ഞാൻ വെച്ച ഒരു കല്ലാണത് കേട്ടോ. പിന്നെ ഞാൻ വെറും സോപ്പ് പൊടി മാത്രം ഉപയോഗിച്ച് ഞാൻ ബാത്റൂമിൽ നന്നായിട്ട് ക്ലീൻ എടുത്തു. ഈ ഒരു സമയം ഉണ്ടല്ലോ, ഇങ്ങനെ ക്യാൻഡിലൊക്കെ കത്തിച്ചൊരു വാം ട്യൂണിലിൻ്റെ എല്ലാം നീറ്റായിട്ട്, അതായത് മുക്കും മൂലി നീറ്റാക്കി വെച്ച് പൈപ്പൊക്കെ തിളങ്ങും കേട്ടോ. ഞാൻ എന്നെ തന്നെ പൊക്കി പറയില്ല, ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യും ബാത്റൂമൊക്കെ. പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് എനിക്ക് ഹോസ്പിറ്റാലിറ്റി ഇങ്ങനെ ഒരാൾക്ക് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഫോളോയിങ് ആയിട്ട് എനിക്കൊരു അപ്രിസിയേഷൻ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കും എൻ്റെ മനസ്സിന്. പിന്നെ ഈ ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ബെഡ്ഷീറ്റ് വിരിക്കുന്നതും എൻ്റെ മനസ്സിൻ്റെ
മനസ്സും തമ്മിലൊരു ബന്ധമുണ്ട്. ബെഡ്ഷീറ്റ് ചുളിയുന്നത് എനിക്ക് കണ്ണിന് കണ്ടുകൂടാ കേട്ടോ, എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പോൾ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ ഇതിൽ കിടന്നു കഴിഞ്ഞാൽ അങ്ങ് എണീച്ച് പോകും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും എണീറ്റ് പോകുമ്പോൾ ഒന്ന് ബെഡ്ഷീറ്റ് ശരിയാക്കും, പക്ഷെ എത്ര പറഞ്ഞാലും ചെയ്യില്ല. ഞാനങ്ങനെ പറയുമ്പോൾ കരുതിക്കൂട്ടി എന്തെങ്കിലും ചുളിച്ചിടും. എന്നിട്ട് എന്നോട് പറയും നീ അങ്ങനെ ആവാൻ പാടില്ല, നീ ഇങ്ങനെ ചുളിവൊക്കെ കണ്ടിട്ട് നിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ചുളിച്ചിട്ട് അങ്ങിടും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ അടുത്തത് ഞാനൊരു ടവൽ വെക്കുവാണ്. ഇങ്ങനെ ഹോട്ടൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പോൾ അതുപോലെ. അപ്പോൾ ഞാനത് മടക്കുവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഞാൻ ഭയങ്കര ഒന്നും അറിയില്ല, വെറുതെ ഇങ്ങനെ മടക്കി അങ്ങ് വെക്കുവാണ് കേട്ടോ, ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ടവലൊക്കെ മടക്കി വെച്ചു. ഒരു പുതിയ സോപ്പ് വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. ഇനി നമുക്ക് റൂം കണ്ടാലോ. അപ്പോൾ ഞാൻ റൂം തുറന്നു. അപ്പോൾ ഇതാണ് റൂം, കണ്ടില്ലേ, ഇങ്ങനെ റൂം കണ്ടോ, എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ. ഇപ്പോഴാണ് എനിക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ മനസ്സിന്. അപ്പോൾ നമ്മളൊരു സദ്യയൊക്കെ കഴിച്ച് നമുക്കൊരു നിർവൃത്തി കിട്ടില്ല. ചിലർക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരിക്കും കിട്ടുക, എനിക്ക് ഭക്ഷണം കഴിച്ചാലും കിട്ടും. ഇങ്ങനെയൊക്കെ ക്ലീനായി കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ.